ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ നമ്മൾ ഒരു സെപ്റ്റി ടാങ്കിനെ കുറിച്ചുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു ക്ലയൻറ്റ് വിളിക്കുകയുണ്ടായി. അപ്പോൾ അവരുടെ വീട്ടിലെ പ്രധാന പ്രശ്നം എന്ന് പറയുമ്പോൾ മഴക്കാലം ആകുമ്പോഴത്തേക്കും ആ ഒരു വെള്ളം, അതായത് സോക്ക് പിറ്റിലോട്ട് അമിതമായി വെള്ളം എത്തിക്കൊണ്ട് ഇങ്ങനെ ഫ്ലഷ് ഔട്ടായി ഇങ്ങനെ ഇതായി നമ്മളൊരു വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഏകദേശം സോക്ക് പിറ്റ് നിറഞ്ഞു കഴിഞ്ഞ്, അപ്പോൾ ഇത് എന്താണ് പ്രശ്നമെന്ന് അറിയാനായിട്ട് അതായത് അവിടെ ഒരു ചെറിയ ഒരു വെള്ളത്തിൻ്റെ ഉറവയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് അടിയിൽ നിന്നാണ് വെള്ളം കയറുന്നത്. അപ്പോൾ നമ്മൾ സെപ്റ്റി ടാങ്കിൻ്റെ നമ്മളവിടെ ഇവർ വിളിച്ചത് പ്രകാരം നമ്മളവിടെ പോവുകയും അത് സ്ഥലം നോക്കിയപ്പോൾ നമുക്ക് സെപ്റ്റി ടാങ്ക് വെളിയിലെടുത്ത് നോക്കാം എന്നുള്ള ഒരു ഇതുണ്ടായി. അതങ്ങനെ അങ്ങ് സെപ്റ്റി ടാങ്ക് വെളിയിലെടുത്ത് നോക്കിയപ്പോൾ അടിവശത്തായിട്ട് നല്ല പൊട്ടലുണ്ടായിരുന്നു. അപ്പോൾ ഈ പൊട്ടലിൽ കൂടെയാണ് വെള്ളം അകത്തേക്ക് വരുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ ബേസ് ഒന്നും ഇവർ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. ഇത് വെറുതെ സെപ്റ്റി ടാങ്ക് വെറുതെ ചെളിയിലോട്ട് വെറുതെ എടുത്ത് അങ്ങ് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോഴങ്ങനെയാണ് പൊട്ടലുണ്ടാകാൻ കാരണം. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് ക്ലിയർ ചെയ്ത് അടിയിൽ നല്ല ബേസ് നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ചെറിയൊരു വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ പുറത്തെടുത്ത സെപ്റ്റി ടാങ്ക്. അപ്പോൾ ഇതിൻ്റെ അടിവശത്താണ് പൊട്ടലുണ്ടായിരുന്നത്. ഇത് 20-25 ഒരു 50 ഹൈറ്റ് വരുന്ന 50 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന ഒരു സെപ്റ്റി ടാങ്കാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ 30-35 1100 ലിറ്റർ വരുന്ന ഗുഡ്വില്ലിൻ്റെ നല്ലൊരു സെപ്റ്റി ടാങ്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡിൽ 2 സൈഡിലും മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷം ഈ സോക്ക് പില്ലിലോട്ട് പൈപ്പ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നിന്ന് ആ മെയിൻ ഹോളൊക്കെ സൈഡിലാണ് ഇരുന്നത്, അതിനെല്ലാം കട്ട് ചെയ്ത് സെൻറ്ററാക്കിയിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്തും മേൽഭാഗത്തായിട്ട് മണ്ണ് ഫില്ല് ചെയ്ത് ഒരേ ലെവൽ ആക്കേണ്ടതായിട്ടുണ്ട്.